ദ ഡീപ് ഡൈവ്. നമ്മളിന്ന് നോക്കുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ്. അതെ, ഒരു വ്യക്തിയുടെ ആ ഒരു തനിമ അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡ് അതെങ്ങനെയാണോ ഉണ്ടാകുന്നത്, അത് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഉണ്ടാകുന്ന ഒന്നാണോ? ഇന്ന് നമുക്ക് കിട്ടിയ ഒരു ചിന്ത പറയുന്നത് അതങ്ങനെയല്ല എന്നാണ്. അതെ, കറക്റ്റ്. ഇത് രൂപേഷ് ചെയിൻ തന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഷെയർ ചെയ്യുന്ന രൂപേഷ് ദിൽസെ എന്ന ആശയങ്ങളിലൊന്നാണ്. കൃത്യമാണ്. ഈ ഐഡിയ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല. അല്ല. അതിനൊരു സമയമെടുക്കും, വർഷങ്ങളുടെ ഒരു സ്ഥിരത, ഒരു ആത്മാർത്ഥത, അതൊക്കെ വേണം. അപ്പോൾ ഇതൊരു മാരത്തോൺ ഓട്ടം പോലെയാണെന്നാണോ? ഒരു സ്പ്രിന്റ് അല്ല? അതെ, ഒരു മാരത്തോൺ ഓട്ടം തന്നെ. ശരി. അപ്പോൾ ഈ സ്ഥിരത എന്ന് പറയുമ്പോൾ എന്താണ് കറക്റ്റായിട്ട് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? വെറുതെ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തികൾ, അതിലൂടെ വരുന്ന റിസൾട്ട്, ഇതിലൊക്കെ ഒരു ലൈൻ വേണം. അതായത് കാലക്രമേണ ഇതിനൊരു തുടർച്ച വേണം. ഒരു കൺസിസ്റ്റൻസി. അതെ, കൺസിസ്റ്റൻസി. നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ വാക്കിലും പ്രവൃത്തിയിലും കാണണം. വർഷങ്ങളോളം. അതെ, വർഷങ്ങളോളം. അപ്പോഴാണ് ആളുകൾക്ക് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാനും പിന്നെ വിശ്വസിക്കാനും പറ്റുന്നത്. ഇവിടെ ഒരു കാര്യം ചോദിക്കണ്ടേ? നമ്മൾ ചിലപ്പോൾ കാണാറുണ്ടല്ലോ ഭയങ്കര വൈറലായിട്ടുള്ള കാര്യങ്ങൾ, ഒരു വീഡിയോ അല്ലെങ്കിൽ വലിയൊരു അച്ചീവ്മെന്റ്, അങ്ങനെ പെട്ടെന്ന് ഭയങ്കര ഫേമസ് ആവുന്നവർ. അപ്പൊ അതല്ലേ ശരിക്കും ബ്രാൻഡിങ്? നല്ല ചോദ്യമാണ്. ശരിയാണ്. അങ്ങനെയുള്ള വലിയ വലിയ സംഭവങ്ങൾ അത് ശ്രദ്ധ കിട്ടാൻ നല്ലതാണ്, തീർച്ചയായും. പക്ഷേ ഈ ചിന്ത പറയുന്നത് എന്താണെന്നറിയോ? അത്തരം ഒന്നോ രണ്ടോ സംഭവങ്ങളല്ല ശരിക്കും ഒരു ലോങ് ലാസ്റ്റിംഗ് ബ്രാൻഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതെന്താ അങ്ങനെ? കാരണം ആ ഒരു ശ്രദ്ധ അത് ചിലപ്പോൾ പെട്ടെന്ന് വരും, അതുപോലെ പെട്ടെന്ന് പോകും. ശരിയാണ്. എന്നാൽ വർഷങ്ങളായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്ഥിരതയുള്ള നിലപാട്, നിങ്ങളുടെ പ്രവർത്തികൾ, അത് ആളുകളുടെ മനസ്സിൽ ഒരു വിശ്വാസമുണ്ടാക്കും. വിശ്വാസം? അതെ, ആ വിശ്വാസമാണ് ശരിക്കും ഒരു സോളിഡ് ബ്രാൻഡിന്റെ അടിത്തറ. ശരി. ഈ ആശയത്തിൽ പറയുന്ന വേറൊരു കാര്യം, നമ്മുടെ കുറവുകള്, പോരായ്മകള് അത് തിരിച്ചറിഞ്ഞ് മെച്ചപ്പെടുത്താനുള്ള കഴിവ്, അതും ബ്രാൻഡിന്റെ ഭാഗമാണെന്ന്. അതെ. പക്ഷെ സാധാരണ നമ്മൾ കാണുന്നത് എല്ലാവരും നല്ല പെർഫെക്റ്റായിട്ട് കാണിക്കാനല്ലേ ശ്രമിക്കുന്നത്. കുറവുകൾ പറഞ്ഞാൽ അത് മോശമല്ലേ? അതാണ് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമ്മുടെ ദൗർബല്യങ്ങള്, കുറവുകള് അത് നമ്മൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് സമ്മതിക്കുമ്പോൾ അത് സത്യത്തിൽ നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ? കാരണം അത് നമ്മളെ കൂടുതൽ എന്താ പറയാ, ഒരു മനുഷ്യനായിട്ട് തോന്നിപ്പിക്കും, കൂടുതൽ റിയൽ ആയിട്ട്, വിശ്വസിക്കാൻ കൊള്ളാവുന്നയാളായിട്ട്. സത്യം. ആരും പെർഫെക്റ്റ് അല്ലല്ലോ, അതെല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ നമ്മുടെ മിസ്റ്റേക്സ് സമ്മതിച്ച് അത് തിരുത്താൻ നോക്കുമ്പോൾ അത് കാണിക്കുന്നത് നമ്മുടെ സത്യസന്ധതയാണ്, നമ്മുടെ വളർച്ചയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. ശരിയാണ്. വെറുതെ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. തീർച്ചയായും. അത് ആളുകളുമായിട്ടൊരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നായിരിക്കുക, അത് കുറേ കാലത്തേക്ക് അങ്ങനെ തന്നെ കൊണ്ടുപോവുക, തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുക, തിരുത്താൻ ശ്രമിക്കുക. അതെ, ഇതൊക്കെ ചേർന്നാണ് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ബ്രാൻഡ് പതിയെ ഉണ്ടാകുന്നത്, അല്ലേ? അതെ, പതിയെ. പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫെയിമോ അല്ലെങ്കിൽ വലിയ വിജയങ്ങളോ അല്ല ശരിക്കും കാര്യം. അല്ല, ഇതൊരു ക്ഷമ വേണ്ട പ്രോസസ്സാണ്. നിങ്ങൾ ആരാണ്, എന്തിനാണ് നിലകൊള്ളുന്നതെന്ന് പതിയെ തെളിയിക്കണം. സമയമെടുക്കും. പക്ഷെ അങ്ങനെ പടുത്തുയർത്തുന്ന ബ്രാൻഡിന് നല്ല ആഴമുണ്ടാകും, നല്ല വിശ്വാസ്യതയുണ്ടാകും. ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അതെ. സോഷ്യൽ മീഡിയയിലൊക്കെ പെട്ടെന്ന് വൈറലാകാനും ശ്രദ്ധ നേടാനൊക്കെ ഒരുപാട് വഴികളുണ്ട്, ഷോർട്ട് കട്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ലോകത്ത് ഈ പറയുന്ന പോലെ ക്ഷമയോടെ വർഷങ്ങളെടുത്ത് ബ്രാൻഡ് ഉണ്ടാക്കുക എന്ന ഐഡിയ എത്രത്തോളം പ്രാക്ടിക്കലാണ്? ആളുകൾക്ക് അതിനൊക്കെ താല്പര്യം ഉണ്ടാവുമോ കാത്തിരിക്കാൻ? അതൊരു വലിയ ചോദ്യം തന്നെയാണ്, ഒരു വെല്ലുവിളിയാണ്. പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാനുള്ള ഒരു ടെംപ്ടേഷൻ എപ്പോഴും ഉണ്ടാകും. പക്ഷേ ഈ ചിന്ത നമ്മളോട് പറയുന്നത് ലോങ് ടേമിൽ ശരിക്കും ഒരു വിശ്വാസ്യതയും ഒരു റെസ്പെക്റ്റുമൊക്കെ വേണമെങ്കിൽ ഈ സ്ഥിരതയുടെയും ആത്മാർത്ഥതയുടെയും വഴി തന്നെ പോണമെന്നാണ്. എളുപ്പ വഴികൾ ഒരുപക്ഷെ അത്ര നിലനിൽക്കില്ല. ചിലപ്പോൾ പെട്ടെന്ന് ശ്രദ്ധ കിട്ടിയേക്കാം, പക്ഷേ ആഴത്തിലുള്ള ബന്ധങ്ങൾ, ഒരു ജെന്വിൻ ബ്രാൻഡ്, അതിന് ഈ സ്ഥിരോത്സാഹം തന്നെ വേണം. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ ഫാസ്റ്റ് ലോകത്ത് ഇതിന് സ്ഥാനമുണ്ടോ? തീർച്ചയായും ഇതിന് സ്ഥാനമുണ്ട്. നമ്മളിന്ന് സംസാരിച്ച ഈ ചിന്തകൾ രൂപേഷ് ദിൽസെ, അതായത് ഹൃദയത്തിൽ നിന്ന് രൂപേഷ് എന്ന പേരിൽ രൂപേഷ് ജെയിൻ
തന്റെ കോർപ്പറേറ്റ് ലൈഫിലെയും മറ്റനുഭവങ്ങളിൽ നിന്നും പങ്കുവയ്ക്കുന്ന ചില ഇൻസൈറ്റ്സ് ആണ്. ശരിയാണ്. ഒരു വ്യക്തിഗത ബ്രാൻഡ് എന്നത് ഒരു മിന്നായം പോലെയല്ല, അത് വർഷങ്ങളുടെ ഒരു പ്രയത്നമാണ്, സ്ഥിരതയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു.